വമ്പന്മാരായ ബ്രസീലിനെയും അർജന്റീനയും ഹോം ഗ്രൗണ്ടിൽ കിട്ടിയാൽ വിറപ്പിക്കുന്ന ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമുണ്ട്. ബൊളീവിയയാണ് ആ രാജ്യം. അവരെ ഹോം മത്സരത്തിൽ തോൽപ്പിക്കുക എന്നത് മറ്റ് ടീമുകളെ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന കാര്യമാണ്. ബ്രസീൽ ബൊളീവിയയോട് തോറ്റത് കൊണ്ടല്ല ഇത് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 4000 മീറ്റർ ഉയരത്തിലാണ് ബൊളീവിയയുടെ പുതിയ സ്റ്റേഡിയമായ എൽ ആൾട്ടോ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഏതാണ്ട് 13000 അടി ഉയരത്തിൽ. അതിനാൽ തന്നെ അവിടെ കളിക്കുമ്പോൾ താരങ്ങൾക്ക് ശ്വാസതടസ്സം, നിർജ്ജലീകരണം പോലെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഈ കാലാവസ്ഥ പരിചിതമായ ബൊളിവിയൻ താരങ്ങൾക്ക് ഇത് വലിയ പ്രശ്നമാകില്ല. പക്ഷെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്ന താരങ്ങളെ ഇത് ശരിക്കും ബുദ്ധിമുട്ടിക്കും. 2009 മെസ്സിയും ഏഞ്ചൽ ഡി മരിയയും ടെവസും ഒക്കെയുള്ള അർജന്റീന ഇതേ സ്റ്റേഡിയത്തിൽ വന്ന് 6-1 തോറ്റിട്ടുണ്ട്. 2017 ബൊളീവിയയുമായുള്ള മത്സരം സമനിലയായതിന് പിന്നാലെ ഈ സ്ഥിതി മനുഷ്യത്വരഹിതമാണെന്ന് നെയ്മറും തുറന്നടിച്ചിരുന്നു. കളിക്കാർ നേരിടുന്ന ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് 2007 ഫിഫ 2500 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയങ്ങളിൽ മത്സരങ്ങൾ നടത്തുന്നത് വിലക്കിയതാണ്. എന്നാൽ ഇക്വഡോർ, പെറു, ബൊളീവിയ തുടങ്ങിയ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ലോകകപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിട്ടു. അതിനാൽ വിലക്കിനെതിരെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഉയർന്ന ശക്തമായ പ്രതിഷേധം മൂലം 2008 ഫിഫ വിലക്ക് നീക്കുകയായിരുന്നു. എന്തു തന്നെയായാലും ബൊളീവിയയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അവർക്കൊരു അനുഗ്രഹം തന്നെയാണ്. അഥവാ ബ്രസീലിന്റെ തോൽവിയിലും ഈ ഘടകം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനർത്ഥം ബൊളീവിയ ഹോം ഗ്രൗണ്ടിൽ തോൽക്കാറില്ല എന്നൊന്നുമല്ല കേട്ടോ, അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് മാത്രം.